എല്ലാ റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷനാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാവർക്കും പുത്രാൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നതും കലങ്കാരിയിലുള്ള റണ്ണിങ് ഫാബ്രിക് തന്നെയാണ്. നമ്മുടെ ഈ തേർഡ് ബാച്ചിലെ തേർഡ് വീഡിയോ ആണിത്. നമ്മളിപ്പോൾ 2 വീഡിയോ ഇതിനു മുമ്പ് ഔട്ടാക്കിയിരുന്നു, എല്ലാം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് തന്നെയാണ് കേട്ടോ. 135 റുപ്പീസാണ് പെർ മീറ്റർ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ 47 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വരുന്നത്. ഫാബ്രിക്കിൻ്റെ ത്രെഡ് കൗണ്ട് പറയുകയാണെങ്കിൽ 30s by 30s ആണ്. പിന്നെ നമ്മളിനി അടുത്ത വീഡിയോസൊക്കെ 60s എടുത്തിട്ടുണ്ട്. അപ്പോൾ 60s ആണ് ഇനി അടുത്ത കലങ്കാരി വീഡിയോസ്. ഒരു വീഡിയോയ്ക്കും കൂടെ ഉള്ളത് നമ്മുടെ കയ്യിൽ ഈ ഒരു ബാച്ചിലുള്ളതുണ്ട്. അത് കഴിയുമ്പോൾ 60s ഇൻക്ലൂഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. 60s ഞാൻ ഇതിന് മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ളൊരു കലങ്കാരിയാണ് 60s എന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് അറിയാമല്ലോ, 60siൻ്റെ ത്രെഡ് കൗണ്ട് വരുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക് തന്നെയാണ്. അപ്പോൾ 30സും 60സും നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു ബാച്ചിൽ ഫുള്ളായിട്ട് ചെയ്തത് 30s ആയിരുന്നേ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഒന്നുകൂടെ പറയാം, 135 റുപ്പീസ് പെർ മീറ്റർ ആണ്. ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു മെറൂണിഷ് ആയിട്ടുള്ള ഒരു ബ്രൗണും മെറൂണും അല്ല, അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന പോലത്തെ ഒരു കളറിലാണ്. ആക്ച്വലി ഇതിൻ്റെ കളർ നമുക്ക് കറക്റ്റായിട്ട് അങ്ങ് പറയാൻ കഴിയുന്നില്ല, കാരണം ഒരു ഫാബ്രിക്കിനകത്ത് തന്നെ കുറച്ച് 2-3 കളേഴ്സ് വന്നിട്ടാണല്ലോ ഈ കലങ്കാരി വരുന്നത്. ഇതിനകത്ത് യെല്ലോ ഉണ്ട്. യെല്ലോ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു മസ്റ്റാർഡ് യെല്ലോയുടെ കളറുണ്ട്, ഒരു ഗ്രീനിൻ്റെ ഒരു ബ്ലൂയുടെ കളറുണ്ട്, ചിക്കു ഷെയ്ഡുണ്ട്. അപ്പോൾ അങ്ങനെ 2-3 കളേഴ്സാണ് എപ്പോഴും തന്നെ വരുന്നത്. പിന്നെ പ്രിൻ്റ് ഇതിനകത്ത് പോകുന്നത് ഒരു മാംഗോ പ്രിൻ്റാണ്, പേസ്ലി പ്രിൻ്റ് എന്നൊക്കെ പറയുന്ന ഒരു പ്രിൻ്റാണ്. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സും സെയിം ഫാബ്രിക് വെച്ച് ചെയ്തതാണ്, ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ നമുക്കിതിനകത്തൊരു ചിക്കു ഷെയ്ഡിലുള്ള ഒരു ബോട്ടം ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് യെല്ലോ കളർ എന്ന് പറയാം. അതിനകത്ത് തന്നെ കുറച്ചും കൂടെ ഇതൊരു കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ്, ഒത്തിരി എടുത്ത് കാണിക്കുന്ന യെല്ലോ അല്ല. ഇതും ഒരു ജാലി ടൈപ്പിലുള്ള പ്രിൻ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ കലങ്കാരി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു ഡിസൈനാണോ അല്ലെങ്കിൽ ഒരു പ്രിൻ്റാണോ ഒരു കളറാണോ എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. കുറേ കളേഴ്സ് വരുന്നുണ്ട് ഒരു പ്രിൻറ്റിൽ തന്നെ. ഈ ഒരു പാറ്റേൺ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻസ് വരുന്നത്. 47 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് റെഡ് കളറാണ്. കുറച്ച് എന്താ പറയുക, ബ്രൈറ്റ് ആയിട്ടുള്ള റെഡൊന്നും അല്ല, എങ്കിലും ഒരു റെഡിനെ മാച്ച് ചെയ്യാവുന്ന കളറിലേക്ക് പോകുന്നു. ചിക്കു ഷെയ്ഡുണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്. അങ്ങനെ കുറച്ച് 2-3 കളേഴ്സാണ് ഈ ഫാബ്രിക്കിനകത്തും വന്നിട്ടുള്ളത്. ജാലി പോലത്തെ പ്രിൻ്റ് തന്നെയാണ്. ഈ ഒരു പാറ്റേൺ ഈ ഒരു ഫാബ്രിക് വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. 47 ഇഞ്ച് വിഡ്ത്തിൽ 135 റുപ്പീസ് പെർ മീറ്ററിലാണ്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഇതുവരെ നമ്മൾ കാണിക്കാത്ത ഒരു കളറാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ ഒരു പ്രിൻറ്റും ഈ ഒരു കളറും കൊണ്ടുവന്നിട്ടില്ലാന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു കളർ തന്നെയാണ് കേട്ടോ. ഡാർക്ക് മെറൂൺ ആണ്, പക്ഷെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ കളറല്ല, സോഫ്റ്റ് ആയിട്ടുള്ള കളറാണ്. അതിനകത്ത് തന്നെ ഒരു റൗണ്ട് ഷേപ്പിലുള്ളൊരു പ്രിൻ്റാണ് ഇതിനകത്ത് പോകുന്നത്. ഗ്രീൻ കളറുണ്ട്, ബ്ലാക്ക് കളറുണ്ട്. നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് റെഡ് കളറിലാണ്, പേസ്ലി പ്രിൻ്റ് തന്നെയാണ്. പേസ്ലി ഒക്കെ എപ്പോഴും ക്യാമ്പ്രിക്കിലായാലും 60സിലായാലും 40സിലായാലും ഒക്കെ വന്നാലും ഈ ഒരു പേസ്ലി വളരെ ഡിമാൻഡുള്ളൊരു പ്രിൻ്റ് തന്നെയാണ്. ഇത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ്. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു പിങ്ക് കളറിലാണ്. ഈ ഒരു കളറും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് കലങ്കാരിയിൽ വരുന്നത്. കലങ്കാരിയിൽ എപ്പോഴും റെഡും അതുപോലെ തന്നെ ചെങ്കൽ കളറ് അല്ലെങ്കിൽ യെല്ലോ കളറൊക്കെയാണ്. ഇതൊരു പിങ്ക് ഷെയ്ഡ് ഫസ്റ്റ് ടൈമാണ് ഞാൻ കൊണ്ടുവന്നേക്കണമെന്ന് തോന്നുന്നു കേട്ടോ. ഞാനും ആദ്യമായിട്ടാണ് ഈ ഒരു കളറ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ബ്ലൂവും പിങ്കും ആയിട്ടുള്ളൊരു കോമ്പിനേഷനിൽ അതിലും ഒരു ബ്രൗൺ കളറും കൂടെ വരുന്നുണ്ട്, ചിക്കു കളർ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കണ്ടതെല്ലാം പ്യുവർ കോട്ടണിൽ പ്യുവർ കലങ്കാരിയിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കാണ്. അപ്പോൾ ഇതിന് പ്രൈസ് വന്നിരുന്നത് 135 റുപ്പീസ് 47 ഇഞ്ച് വിഡ്ത്തിലാണ്. അപ്പോൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. കലങ്കാരി വീഡിയോ ഔട്ട് ആകുമ്പോൾ തന്നെ കലങ്കാരി ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേക്കും വീഡിയോ ഔട്ടായി 10-11 മണി ആകുമ്പോഴേക്കും സ്റ്റോക്ക് ഔട്ട് ആകുന്നുണ്ട്. ആരെയും കളിയാക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. ഇതിന് വളരെ ഡിമാൻഡുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ കയ്യിൽ കലങ്കാരി എന്നുള്ളത്. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പിന്നെയും ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമിൽ കിട്ടാത്തവർക്ക് നെക്സ്റ്റ് ബാച്ചിൽ ട്രൈ ചെയ്താലും മതിയാകും. അപ്പോൾ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുന്നതിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.